നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. സംഭാലിലെ കഴിഞ്ഞ ദിവസത്തെ നിർഭാഗ്യകരമായ സംഭവം നാം എല്ലാം കണ്ടതാണ്. ഇപ്പോൾ അതിലൊരു സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. മസ്ജിദ് കമ്മിറ്റി കേസുമായി പോകുന്നതുവരെ തുടർ നടപടികളൊന്നും പാടില്ല എന്ന് കീഴ്ക്കോടതിയോടും UP സർക്കാരിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ആ കേസിൻ്റെ ചരിത്രം നമുക്കറിയാം. നവംബർ 19 ഒരു കേസ് കൊടുക്കുന്നു. അതിൽ പള്ളി കമ്മിറ്റിയുടെ വാദം പോലും കേൾക്കാതെയാണ് അവിടെ സർവേ നടക്കട്ടെ എന്ന് കീഴ്ക്കോടതി, അവിടുത്തെ ജില്ലാ കോടതി ഉത്തരവിടുന്നത്. എന്ന് മാത്രവുമല്ല, സർവേ നടപടികൾക്കായി അവിടെ ചെല്ലുന്ന വിവരം മസ്ജിദ് കമ്മിറ്റിയെ പ്രോപ്പറായി അറിയിക്കുക പോലും ചെയ്യാതെ അനാവശ്യമായ പ്രകോപനം ഉണ്ടാക്കി എന്നുള്ള പ്രശ്നം അവിടെ ഉണ്ട്. മറ്റൊന്ന് വിശാലമായതാണ്. 1991 നിയമം പാലിക്കുന്നില്ല, തെളിവുകളില്ലാതെ ഉന്നയിക്കുന്ന കേവലാക്ഷേപങ്ങളുടെ പേരിൽ ഗൗരവതരമായ പരിശോധനകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു, സാമുദായിക സംഘർഷം ഉണ്ടാകുമെന്നുള്ള സ്വാഭാവികമായ ഒരു ജാഗ്രത കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അങ്ങനെ നിയമവിരുദ്ധവും യുക്തിരഹിതവും ഒപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയില്ലാത്തതുമായ വിധികൾ കോടതികളുടെ ഭാഗത്തു നിന്ന് ഇത്തരം തർക്കങ്ങൾ വരുന്നുള്ള വലിയ പ്രശ്നം നിലനിൽക്കവെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ആ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. ദിവസം എന്താണ് തോന്നുന്നത്? ഇപ്പോൾ സുപ്രീം കോടതി ഇതിനകത്ത് മസ്ജിദ് കമ്മിറ്റിയുടെ ഭാഗം കേൾക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് അവർ കോടതിയെ സമീപിക്കുന്നവരെ ഇതിനകത്ത് ഇടപെടൽ പാടില്ല എന്നൊരു സംഗതി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് മെമ്മോ ഇതിന് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി നിയമത്തിൻ്റെ സകല സാധ്യതകളും ഇതിൽ ഉപയോഗിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആശാവഹമായി ഇടപെടുന്നു എന്ന് പറയാൻ കഴിയുമോ പൂർണ്ണാർത്ഥത്തിൽ? അല്ല, സാധാരണ ഇത്തരം വിധികൾ വരുമ്പോൾ നീതി പുലർന്നു, നീതിയുടെ കിരണം എന്നൊക്കെ പൊതുവായിട്ട് വരുമല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചപ്പോൾ നിഷാദിനെ കുറച്ച് ദിവസം ഒരു കൂട്ടം വന്നിട്ട് നന്നായി ഇടിച്ച് കെട്ടിയിട്ട് നിഷാദിൻ്റെ ആരോ കോടതി പോയി. അപ്പോൾ കോടതി പറയാണ് തൽക്കാലം അയച്ചു വിട്ടേക്ക്, നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം നിഷാദ് പറയണം, നീതിയുടെ കിരണം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലുള്ളൊരു പരിപാടിയാണിത്. ഇത് അടിസ്ഥാനപരമായിട്ട് ഇത് നോക്കി എന്താണ് ഇവിടെ നടന്നത്. സംഭാലിലെ ഈ അവിടുത്തെ ജില്ലാ കോടതിയുടെ വിധി എന്താണ്? അതൊരു എക്സ്പാർട്ടി വിധിയാണ്. ബേസിക്കലി പള്ളി കമ്മിറ്റി പള്ളിയുമായി ബന്ധപ്പെട്ടൊരു കേസാണല്ലോ. അപ്പോൾ പള്ളി കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് അയക്കുക, അവരെ കേൾക്കുക, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. എന്നിട്ട് നവംബർ 19 ഒരു വിധി പ്രഖ്യാപിക്കുകയാണ്, അവിടെ സർവേ നടത്തണമെന്ന്. 19 ഉച്ചയ്ക്ക് വിധി വരുന്നു. അന്ന് വൈകുന്നേരം 6 മണിക്ക് അഡ്വക്കേറ്റ് കമ്മീഷൻ നേതൃത്വത്തിൽ സർവേ നടക്കുന്നു. അവർ ഈ ജയ് ശ്രീറാം വിളികളോടുകൂടി അവിടെ സർവേ ആരംഭിക്കുകയാണ്. ഇങ്ങനൊരു സംഭവം ഈ ഇന്ത്യയിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? ഉച്ചയ്ക്കൊരു കോടതി വിധി ഉണ്ടാവുക, വൈകുന്നേരം ആകുമ്പോഴേക്ക് അതിൻ്റെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഉണ്ടാവുക, അവർ നടപടി ആരംഭിക്കുക. ഇതിങ്ങനെ വളരെ വിചിത്രമായ രീതിയിലാണ് ഈ സ്വഭാവത്തിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവഹാരങ്ങൾ നടക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ഈ റാം ജന്മഭൂമി ബാബരി മസ്ജിദ് കേസെടുക്കുക, അതിലൊരു പാർട്ടി ആരാണ്, ഒരു കക്ഷി ആരാണ്? രാം ലല്ല വിരാജ്മാൻ എന്ന് പറയുന്ന ഒരു ഡെയ്റ്റി അതിലൊരു പാർട്ടിയാണ്. ഒരു ഡെയ്റ്റി, ഒരു പേഴ്സണിഫൈഡ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഈ ലോകത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവുമോ? എനിക്കറിയില്ല. അങ്ങനെ സംഭവിക്കും. ഒരു വ്യക്തി ഒരു ലീഗൽ എൻറ്റിറ്റി ആവുകയാണ്. അപ്പോൾ ആ രാംലല്ല വിരാജ്മാനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വക്കീൽ ഈ കേസിൽ ഉണ്ട്. പിന്നെ നിർമോഹ അഖാഡി എന്ന് പറയുന്നത് ഇങ്ങനെ അതൊക്കെ മനസ്സിലാക്കുക. അതിൽ സാധാരണ നമ്മുടെ നാട്ടിൽ കോടതിയിൽ ഒരു കേസിൽ കക്ഷികളായിട്ട് വരുന്നതാരാണ്? ഒന്നുകിൽ വ്യക്തികളാണ്, അല്ലെങ്കിൽ വ്യക്തികളുടെ കൂട്ടമായിട്ടുള്ള കോർപ്പറേഷനാകാം, കമ്പനിയാകാം, അല്ലെങ്കിൽ സംഘടനയാകാം, ഇങ്ങനെ സർക്കാരാവാം. ഇതൊരു ഡെയ്റ്റി, ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഒരു കേസിൽ ആദ്യാവസാനം ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന അതിവിചിത്രമായിട്ടുള്ള ഒരു കാര്യം ഒരു പക്ഷേ ലോകത്ത് മറ്റൊരിടത്തും നടന്നിട്ടില്ലാത്തൊരു സംഗതി ഇന്ത്യയിൽ നടന്നു. അപ്പോൾ അങ്ങനെ രാംലല്ല വിരാജ്മാന് വേണ്ടിയിട്ട് ഒരാൾ വന്ന് വാദിക്കുന്നു, ആ വാദങ്ങൾ കോടതി കേൾക്കുന്നു. ഇതെവിടെയാണ്? ഒരു സെക്യുലർ റിപ്പബ്ലിക് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള, സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു നാട്ടിലെ ജുഡീഷ്യറി പ്രവർത്തിക്കുന്ന വിധമാണിത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിലാർക്കും ഒരു കൗതുകം പോലുമില്ല, വിമർശനം പോട്ടെ, അതിലൊരു ആശ്ചര്യം വേണമല്ലോ. ഇതെങ്ങനെയാണ് ഒരു ഡേറ്റ്, ഒരു പേഴ്സണിഫൈഡ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഇതിൽ പങ്കാളിയാകുക എന്നൊരു ആശ്ചര്യം നിയമപണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് വരണ്ടേ? അതുപോലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഈ വിധി വന്നതിന് ശേഷം അതിലെ പ്രധാനിയായിട്ടുള്ള DY ചന്ദ്രചൂഡ് പറയുന്നത് എന്താണ്? ആ വിധി എഴുതുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒന്ന് ആലോചിച്ചു, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഈ കേസിലൊരു കക്ഷിയോടാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ആരോടാണ് പ്രാർത്ഥിച്ചതെന്ന് പറയുന്നത്? അദ്ദേഹം ഡേറ്റിയോടല്ലേ പ്രാർത്ഥിക്കുന്നത്. ഈ ഡേറ്റ് എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ഈ കേസിലൊരു കക്ഷിയാണ്.
കക്ഷിയാണ് മാർഗം പറഞ്ഞു കൊടുത്തത്. ആ കക്ഷിയാണ് മാർഗം പറഞ്ഞു കൊടുത്തത്. ഈ ഇത്രയും വിചിത്രവും പരിഹാസവുമായിട്ടുള്ള രീതി ഒരു ആധുനിക ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ എന്ന് പ്രാഥമികമായി മനസ്സിലാക്കണം. ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന ആ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമവ്യവഹാരങ്ങളെ ആ നിയമവ്യവഹാരങ്ങളെ തുടർന്നുണ്ടാകുന്ന നടപടികൾ, എക്സിക്യൂട്ടീവ് നടപടികളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ബാബറി മസ്ജിദ് രാം ജന്മഭൂമി കേസിൽ ഈ പറയുന്ന വിചിത്രമായ യാത്രയിലൂടെ അത് ഒരു പരിണിതിയിലെത്തി. ആ പരിണിതി നമുക്കറിയാം. 2019 വിധി വരുന്നു. ആ വിധി വന്നപ്പോൾ അതിനോടുണ്ടായുള്ള റെസ്പോൺസസ് എന്താണ്? ഒരു റെസ്പോൺസ് ഓഫ് കോഴ്സ് ഹിന്ദുത്വവാദികളുടെ ഒരു അവരെ സംബന്ധിച്ചതും വളരെ പ്രധാനപ്പെട്ട ഒരു വിക്ടോറിയസ് ജഡ്ജ്മെൻ്റ് ആയിരുന്നു. മറ്റൊന്നെന്താണ്? ഈ ലിബറൽ സെക്യുലറിസ്റ്റുകൾ, ഉദാരവാദികളായിട്ടുള്ള ഉദാര മതേതരവാദികൾ, അവരുടെ ഇതെന്താണ്? അവരുടെ ഒരു അഡ്വൈസ് എന്ന സ്വഭാവത്തിൽ ഓക്കെ ഇതൊരു നമുക്ക് വലിയ കുറേ ദശാബ്ദങ്ങളായി നീണ്ടു നിൽക്കുന്നൊരു പ്രശ്നമാണല്ലോ, ഒരു സെറ്റിൽമെൻറ്റ് എത്തി, അതങ്ങ് അംഗീകരിക്കൂ, അതിലാ നമുക്ക് സംതൃപ്തരാകാം എന്നുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആത്മാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന ഒരു ഇതാണത്. നിയമപരമായി നോക്കിയാൽ അതൊരു ലീഗൽ ജഡ്ജ്മെൻറ്റ് പോലും ആയിരുന്നില്ല, ഒരു പഞ്ചായത്ത് വിധി തീർപ്പ് മാത്രമായിരുന്നു അതെന്ന് മനസ്സിലാക്കാം. കാരണം അതിലൊരു പാർട്ടി ആണ് സുന്നി വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അവർക്ക് 5 ഏക്കർ എവിടെയോ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു പ്രയറേ ഇല്ല. ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ ഇച്ചിരി സ്ഥലം വേണം എന്നൊരു പ്രയറേ അവരില്ല. അവരുടെ ഒരേ ഒരു പ്രയർ ഈ പറയുന്ന പ്ലോട്ട് ഉണ്ടല്ലോ, ബാബ്രി മസ്ജിദ് എന്ന് പറയുന്ന സ്ട്രക്ചർ നിന്നിരുന്ന പ്ലോട്ടിൻ്റെ ടൈറ്റിൽ ഡീഡ് ഡിസ്പ്യൂട്ടാണിത്. അത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടിക്ക് മേൽ ഞങ്ങളുടെ അവകാശം സ്ഥാപിച്ചു തരണം എന്നത് മാത്രമാണ് അവരുടെ പ്രയർ എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ഒരു വിദൂര സ്വപ്നത്തിൽ പോലുമില്ലാത്ത ഒരു പ്രയർ ഇതിന് ആൻസർ നൽകിക്കൊണ്ടാണ് വിധി വരുന്നത്. എങ്ങാണ്ടോ 5 ഏക്കർ കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു പഞ്ചായത്ത് തീർപ്പാണ്, സാധാരണ നാട്ടിൻപുറത്ത് നടക്കുന്ന പഞ്ചായത്ത് തീർപ്പ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നോക്കൂ, ഇത് 47 മുതൽ നമ്മുടെ രാജ്യത്തൊരു വേദനയായ ഒരു വ്രണമായി നിൽക്കുന്നൊരു പ്രശ്നമാണ്. എന്തോ ഒരു സെറ്റിൽമെൻറ്റ് സുപ്രീം കോടതി ഇത്രയും കാലം ചിന്തിച്ചാലോചിച്ചുകൊണ്ടത് വിട്ടേക്കൂ എന്നൊരു സമീപനമാണ് ഉദാര മതേതരവാദികൾ സ്വീകരിച്ചത്. ആ സമീപനത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അതിലൊരു ആത്മാർത്ഥതയുണ്ട്. കാരണം ഇതാവട്ടെ. പക്ഷെ നോക്കൂ, ആ മുസ്ലിം സമൂഹവും അത് തന്നെയാണ് സ്വീകരിച്ചത്. അതിൻ്റെ മേലെ പിന്നെ ഇനി കെട്ടിമറിഞ്ഞ് ബഹളം ഉണ്ടാക്കി നിൽക്കണ്ട എന്നുള്ളൊരു സമീപനം സ്വീകരിച്ചു. പക്ഷെ നോക്കൂ, അതിന് സാമാന്യമായിട്ട് നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അത് അവിടെ നിൽക്കുമെന്നാണല്ലോ. അവിടെ നിൽക്കുമെന്ന് വിചാരിക്കേണ്ടതിന് വേറെ നിയമപരമായൊരു ന്യായമുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് ഉണ്ട്. ആ ആക്ട് എന്താണ്? 47 ഓഗസ്റ്റ് 15 അത് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് എല്ലാ ആരാധനാലയങ്ങളുടെയും സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്ന് പറയുന്ന ഒരു നിയമവും നമുക്കുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ എന്തിന് ഇതിൻ്റെ മേൽ ചുറ്റി മറിയണം എന്നൊരു സാമാന്യ ധാരണയാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നത്. പക്ഷേ അതല്ല സംഭവിക്കുന്നത്. ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ എന്താണോ സംഭവിച്ചത് അതേ വഴിയിൽ മറ്റുള്ള ആരാധനാലയങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള അത്യന്തം അപകടകരമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ഗ്യാൻവാബി മഥുര അയോധ്യ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണെന്ന് വിചാരിക്കാം. ഈ പറയുന്ന അയോധ്യ, മഥുര, കാശി, ഇത് 3 അവകാശവാദം കൊണ്ട് ഉന്നയിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ 3000 പള്ളികളുടെ ലിസ്റ്റ് വേറെ VHP കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടുന്ന് വിട്ടിരിക്കുകയാണ്. സംഭാല അയോധ്യ കഴിയുന്നു, കാശി മഥുര ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നു. നമ്മൾ അങ്ങനെ രാജ്യത്ത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലാത്ത സംഭാലിലേക്ക് പോകുന്നു. അതും നോക്കണം, ഏതാണ്ട് ബാബരി മസ്ജിദിന് തന്നെ പഴക്കമുള്ള മസ്ജിദാണ്, 1526 മറ്റോ പണിതാണ്. അതും കഴിഞ്ഞ് അജ്മീറിലേക്ക് പോവുകയാണ്. അജ്മീർ എന്ന് വെച്ചാൽ ഏതെങ്കിലും നിലക്കുള്ള ഡിസ്പ്യൂട്ട് അതുമായി ബന്ധപ്പെട്ടില്ല. സർവരാലും ആദരിക്കപ്പെടുന്ന, സർവരും അവിടെ ആരാധനകൾക്ക് തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്ന, ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യയിലെ മുഴുവൻ പ്രധാനമന്ത്രിമാരും ചാദർ കൊടുത്തയച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് അജ്മീർ. പക്ഷെ അതും ഇപ്പോൾ എന്തായി? ഒരു തർക്കസ്ഥലമായി മാറി. ഇപ്പോൾ ബാബരി മസ്ജിദിനെ കുറിച്ച് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ഉപയോഗിക്കുന്ന വാക്കെന്തായിരുന്നു? ഡിസ്പ്യൂട്ടഡ് ലാൻഡ്, തർക്കസ്ഥലം, തർക്കമന്ദിരം, ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ. ആ ഒരു അവസ്ഥയിലേക്ക്, ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ എന്ന അവസ്ഥയിലേക്ക് നിയമപരമായി അജ്മീർ മാറിക്കഴിഞ്ഞു. കാരണം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് പോയി സർവേ നടത്തണം. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് വരുന്നത് അവിടെ എങ്ങാണ്ട് ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് എന്തോ ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ, പൊട്ടത്തരവും മണ്ടത്തരവും ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ അതിന് ആധികാരികത ലഭിക്കുന്ന ഒരവസ്ഥ ഇന്ത്യയിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം.
പുരുഷോത്തർ നാഗേഷ് ഓക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, PN ഓക്ക്. 2007 അദ്ദേഹം മരണപ്പെടുന്നത്. ഏതാണ്ട് 1 ഡസനിലധികം പുസ്തകം അയാൾ എഴുതിയിട്ടുണ്ട്. അയാളുടെ പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ഹിസ്റ്ററിക്കൽ നെഗേഷൻ എന്ന് പറയുന്ന നമ്മൾ സാമാന്യമായി ധരിച്ചിട്ടുള്ള ചരിത്രങ്ങളെല്ലാം നിരാകരിക്കുന്ന പുതിയ ചരിത്ര നിർമ്മിതി നടത്തിയിട്ടുള്ള ഒരാളാണ്. 1 ഡസനിലേറെ പുസ്തകം, ഇതിഹാസ് പത്രിക എന്ന് പറഞ്ഞിട്ടൊരു വാരിക തന്നെ അദ്ദേഹത്തിൻ്റെയായിരുന്നു. പുള്ളിയാണ് താജ്മഹൽ തേജോ മഹാലയാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് പുസ്തകം എഴുതിയത്. താജ്മഹൽ തേജോ മഹാലയാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് പുസ്തകം എഴുതുക മാത്രം. നോക്കൂ, ഇതൊക്കെ ഈ പറയുന്ന റൈറ്റ് വിങ് സർക്കിളിൽ ബെസ്റ്റ് സെല്ലേഴ്സായിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും റൈറ്റ് വിങ് സർക്കിളിൽ അതിഭയങ്കരമായി ആഘോഷിക്കപ്പെടുന്ന പുസ്തകങ്ങളാണ്. താജ്മഹൽ തേജോ മഹാലയാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതാൻ മാത്രമല്ല ചെയ്യുന്നത്. അദ്ദേഹം കോടതിയിൽ പോകുന്നുണ്ട്, ആഗ്ര കോടതിയിൽ. അത് 2000 മറ്റോ ആണ്. അന്ന് നമ്മുടെ ഈ പറയുന്ന ജുഡീഷ്യറി ഇത്രമാത്രം ആ നിലക്ക് വലതുപക്ഷവൽക്കരിക്കപ്പെടാത്തതുകൊണ്ടും എന്തോ അന്നത് കോടതി പരിഗണിച്ചില്ല. 2000 കോടതിയിൽ പോകുന്നുണ്ട്, 2007 കോടതിയിൽ പോകുന്നുണ്ട്. 2007 വേറൊരു പാർട്ടിയാണ് പോകുന്നത്. അവർ തേജോ മഹാലയാക്കണമല്ലോ, വേറെന്തോ ഒരു ടെമ്പിൾ, ആ പേര് ഞാൻ മറന്നു, വേറെന്തോ ഒരു ടെമ്പിളാണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടെമ്പിളാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നാഗേഷ് PN ഓക്ക് എഴുതിയിട്ടുള്ള, പുരുഷോത്തം നാഗേഷ് ഓക്ക് എഴുതിയിട്ടുള്ള മുഴുവൻ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലാണ്. അതിലൊരു പുസ്തകമുണ്ട്, ദ ക്ഷത്രിയ റൂൾ, ഫ്രം ബാലി ടു ബാൾട്ടിക്, ഫ്രം കൊറിയ ടു കാബ. ബാലി എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലെ ബാലി മുതൽ ഈ ബാൾട്ടിക്, റഷ്യയുടെ അപ്പുറത്ത് കിടക്കുന്ന ബാൾട്ടിക് വരെ, അതേമാതിരി കൊറിയ മുതൽ കാബ വരെ ക്ഷത്രിയ റൂളായിരുന്നു. അതൊക്കെ നമ്മുടെ സ്ഥലങ്ങളായിരുന്നു, പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണ്, കാബ, ഈ പറയുന്ന മക്കയിലെ കാബ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. ഒരാൾക്ക് ഒരു ജില്ലാ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം, ഒരു സർവേ നടത്തണം, കാബയിൽ സർവേ നടത്തണം. ആ ജഡ്ജി, ബഹുമാനപ്പെട്ട കോടതിയും ബഹുമാനപ്പെട്ട ജഡ്ജിയും ഉടൻ വിധിക്കും, ഒരു അഡ്വക്കേറ്റ് കമ്മീഷന് വെക്കും, അങ്ങോട്ട് പോയി സർവേ നടത്താൻ ആജ്ഞാപിക്കും. അപ്പോൾ അതിനെതിരെ വിമർശനം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞല്ലേ. അപ്പോൾ നിങ്ങൾക്കെന്താണത്, നിയമപരമായ ഒരു സംഗതി നിയമപരമായി നേരിട്ടാൽ പോരെ എന്നൊക്കെയുള്ള ഈ പറയുന്ന ലിബറൽ വാദങ്ങളപ്പോൾ ഉയർന്നു വരും. ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാറ്റിലും പാറ്റേൺ ഒന്നാണ്. ഒരു ഇംഗ്ലീഷ് പുസ്തകം, ഒരു ജില്ലാ കോടതി, ഇതാണ് എല്ലായിടെയും വരുന്നത്. തെളിവൊന്നും വേണ്ട. ഒരു ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടാകുക, ആ ഇംഗ്ലീഷ് പുസ്തകം കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ജില്ലാ കോടതിയിൽ പോവുക, ടപ്പേ വിധി വരും, സർവേ ആയിട്ട് പോകുന്നു, ബഹളാകുന്നു. അപ്പോൾ എന്താണ്, ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യർ സുപ്രീം കോടതിയിൽ പോകുന്നു. ഇപ്പോൾ തൽക്കാലം നിർത്തുന്ന ഒരു നീതിയുടെ പൊൻകിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഈ അസംബന്ധ നാടകം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അസംബന്ധ നാടകത്തിലെ ഒരേട് എന്നതിലപ്പുറം ഒരു പ്രസക്തിയും സുപ്രീം കോടതി വിധിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. ഈ കോടതികളെ ഇത്തരത്തിൽ ഇതിനെ ഒന്ന് ലഘുവാക്കാൻ, ഇപ്പം 91 ആക്ട് അവിടെ നിൽക്കുകയാണ്, ഒപ്പം തെളിവില്ലാത്ത ഹർജികൾ എങ്ങനെ പരിഗണിക്കും എന്നുള്ള യുക്തിസഹമായ ചോദ്യമുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഒരു ഹിന്ദുത്വ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു പ്രഷറിനകത്ത് നമ്മുടെ ഈ കോടതികൾ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? 91 ആക്ട് അവിടെ നിൽക്കുകയല്ല. 91 ആക്ട് ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭരണഘടനാപരമാണോ എന്നുള്ള അർത്ഥത്തിൽ. ഈ 2019 ഈ അയോധ്യ വിധി വന്നതിന് ശേഷം ആദ്യം നടന്ന ഒരു പ്രധാനപ്പെട്ട ലീഗൽ ബാറ്റിൽ എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപ്പര്യ ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തുക എന്നുള്ളതായിരുന്നു. അത് എങ്ങനെയാണെന്ന് ഓർക്കണം, 2019 അയോധ്യ വിധിയിൽ ആ ബെഞ്ച് വളരെ പ്രാധാന്യത്തോടെ അടിവരയിട്ട് ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. ഒന്ന്, ചരിത്രത്തിൽ നടന്നിട്ടുള്ള അനീതികൾ അത് പരിഹരിക്കലല്ല ആധുനിക മതേതര ജനാധിപത്യ രാജ്യത്തിൻ്റെ കോടതികളുടെ ഉത്തരവാദിത്വം. അങ്ങനെ പരിഹരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെ എത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 91 വിധി നിലവിൽ രാജ്യത്ത് കണ്ടംപററി പൊളിറ്റിക്സിലും കണ്ടംപററി സൊസൈറ്റിയിലും എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് 19 വിധിയിൽ കൃത്യമായി അടിവരയിട്ട് പറയുകയാണ്. അതായത് ഈ 91 വിധിയുടെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റിയെക്കുറിച്ചല്ല, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ആ വിധി ഉള്ളതുകൊണ്ടാണ് രാജ്യത്ത് സമാധാനവും ശാന്തിയും കളിയാടുന്നതെന്ന് പറയുന്ന അതേ ബെഞ്ച് 2 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി പരിശോധിക്കണമെന്ന പൊതു താൽപ്പര്യ ഹർജികൾ ഫയൽ സ്വീകരിക്കുകയും കേന്ദ്ര സർക്കാരിനോട് നോട്ടീസ് അയക്കുകയും വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. 2021 ഇത് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 3 വർഷമായി. കേന്ദ്രം ഇതുവരെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. കേന്ദ്രത്തിന് മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല, അത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് ഇതിൻ്റെ ഭരണഘടനാപരത റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗ്യാൻവാപ്പി മസ്ജിദിനെ സംബന്ധിച്ചുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ വരുന്നത്. സുപ്രീം കോടതിയിൽ അപ്പം അന്ന് DY ചന്ദ്രചൂഡാണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ഇതിൻ്റെ ഭരണഘടനാപരത റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതിപ്പോൾ ഓപ്പറേഷനിലാണ് ഈ നിയമം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിങ്ങൾ തിരിച്ച് എങ്ങോട്ട് പോകൂ,
വിചാരണ കോടതിയിലേക്ക് തന്നെ പോകൂ എന്ന് ഹർജിക്കാരോട്, ആ ഹർജി ഗ്യാൻവാപ്പി മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയായിരുന്നു, നിങ്ങൾ വിചാരണ കോടതിയിൽ പോയി വാദിക്കൂ എന്ന് പറയുന്നു. ഇത് വാദിക്കൂ എന്ന് പറയുക മാത്രമല്ല, അത് അദ്ദേഹം ഓറലായിട്ടൊരു കമൻറ്റ് നടത്തുന്നുണ്ട്. അതാണ് വലിയ വിവാദമായത്. അദ്ദേഹം നടത്തിയ ഓറൽ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ 1991 നിയമം 1947 ഓഗസ്റ്റ് 1947 മുതലുള്ള ആ സമയത്ത് എങ്ങനെയാണോ ആരാധനാലയങ്ങൾ നിന്നത് അത് അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയുള്ളതാണെങ്കിൽ പോലും ഒരു ആരാധനാലയത്തിൻ്റെ റിലീജിയസ് ഐഡൻറ്റിറ്റി പരിശോധിക്കുന്നതിൽ ആ നിയമം ബാധകമല്ല എന്ന് അദ്ദേഹം ഒരു വാക്കാൽ കമൻറ്റ് നടത്തി. അതാണ് ഈ പിന്നീട് വിവാദമാകുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു ആരാധനാലയം അത് ചിലപ്പോൾ ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ളതാകാം, ഒരു മോന്യൂമെൻ്റ് ആകാം, അത് ഒരു എന്താണ് പറയുക ഒരു ആരാധനാലയമാണെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ കാണുമ്പോൾ അത് എന്ത് ആരാധനാലയമാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റി പരിശോധിക്കുന്നത് എങ്ങനെയാണ്? അത് അദ്ദേഹം വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് പരിശോധിക്കുക? മുമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ, മുമ്പ് മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്താണോ, ഇങ്ങനെ പരിശോധിക്കാമെന്നാണോ അദ്ദേഹം പറയേണ്ടത്? അദ്ദേഹം അത് വിധിയിലെ ഓർഡറിലൊന്നും അത് ചൂണ്ടിക്കാട്ടിയിട്ടില്ല. അദ്ദേഹം വാക്കാൽ പരാമർശിച്ചൊരു കാര്യമാണ്. അദ്ദേഹം വാക്കാൽ പരാമർശിച്ചാൽ മതി, അത് കീഴ്ക്കോടതികൾ ഏറ്റെടുക്കുകയും നമ്മൾ പിന്നീട് കാണുന്നത് എത്രമാത്രം ക്ലെയിംസാണ് പിന്നെ അതിനുശേഷം വരുന്നത്. അപ്പോൾ മിനിഞ്ഞാന്ന് ഇവിടെ നൗഫലായിരുന്നു, നൗഫൽ ചോദിച്ചു ഇനി നമ്മൾ ധാരാളം ഇത് ചർച്ച ചെയ്യേണ്ടി വരില്ല എന്ന് ചോദിച്ചേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 3-ാം ദിവസമാണ് ഇതേ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സുപ്രീം കോടതിയിൽ ഇത് വന്നപ്പോൾ ഈ പള്ളി കമ്മിറ്റിയുടെ അഭിഭാഷകൻ ഹുഫേസ് അഹമ്മദി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തരം 10 കേസുകൾ ഇപ്പോൾ രാജ്യത്തെ വിവിധ കോടതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതായത് ഗ്യാൻവാപ്പിക്ക് ശേഷം എത്ര ക്ലെയിമുകൾ വന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു വശത്ത് ഒരു നിയമം ഓപ്പറേഷണലായിട്ട് നിൽക്കുന്നു എന്ന് സുപ്രീം കോടതി പറയുന്നു. അതേ നിയമം ഓപ്പറേഷണലായിട്ട് നിൽക്കുമ്പോൾ സമാനമായ, അതായത് അയോധ്യയ്ക്ക് സമാനമായ ക്ലെയിമുകൾ കീഴ്ക്കോടതികൾ സ്വീകരിക്കുന്നു. ഇതെന്ത് നീതിന്യായമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന പോലുമില്ല. എങ്ങനെയാണത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണത്. ഇതിപ്പോൾ സംഭലിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും ഇനി ജനുവരി 8-ാം തീയതിയാണ്, 2025 ജനുവരി 8-ാം തീയതിയാണ് അവിടുത്തെ ആ കീഴ്ക്കോടതി ആ കേസ് ഇനി പരിഗണിക്കുക. അതുവരെ അവിടെ സർവേ നടത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ കീഴ്ക്കോടതിയുടെ നടപടിക്കെതിരെ, അതായത് സർവേക്ക് അഭിഭാഷക കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിക്കെതിരെ അവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ പോകാം, അലഹാബാദ് ഹൈക്കോടതിയിൽ പോകാം എന്നല്ലാതെ നമ്മൾ ഗ്യാൻവാപ്പിൽ കണ്ടതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലെ രസം എന്ന് വെച്ചാൽ ഈ ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നുള്ളൊരു തെളിവ്. ഇപ്പോൾ ഈ സംഭലിൻ്റെ സംഭവത്തിൽ ഏത് ഹിസ്റ്റോറിക്കൽ ബുക്കാണ് അവർ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ച് വെച്ചാൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ല. ഏതെങ്കിലും പുസ്തകത്തിൽ അവിടെ ഒരു ടെമ്പിൾ തകർത്താണ് മസ്ജിദ് പണിത് എന്ന് ഏതെങ്കിലും ഒരു വലതുപക്ഷ ചരിത്രകാരൻ പോലും രേഖപ്പെടുത്തിയതായിട്ടില്ല. അങ്ങനെ ക്ലെയിം ഇല്ല. നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ് കോടതിയിൽ ഒരു ഹർജി നൽകാനുള്ള ഒരേ ഒരു തെളിവ് എന്ന് വരുന്നു. അജ്മീറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ സംസാരിച്ചു. അജ്മീറിൽ അവിടത്തുകാരനായ ഒരാൾ, ഈ അജ്മീറുകാരനായ ഒരാൾ എഴുതിയൊരു പുസ്തകമുണ്ട്. അദ്ദേഹം ഒരു ആര്യ സമാജത്തിൻ്റെ പ്രവർത്തകനായിരുന്നു, ഒരു ജഡ്ജിയായിരുന്നു. അദ്ദേഹം അജ്മീറിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൽ ഇത് പണ്ട് ഇതൊരു ശിവക്ഷേത്രമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി കൊടുത്തത്. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ആ പുസ്തകത്തിലെവിടെയും അങ്ങനെ ഒരു ക്ഷേത്രം തകർത്താണ് അജ്മീർ ദർഗ പണിതെന്ന് എവിടെയും പരാമർശിക്കുന്ന പോലുമില്ല. അതായത് ആ പുസ്തകം പോലും റെഫർ ചെയ്യാതെ എന്ത് ചെയ്യുന്നു, കോടതി അത് ഫയൽ ചെയ്തിരിക്കുകയാണ് എന്ന്. ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് DY ചന്ദ്രചൂഡ് അന്ന് നടത്തിയ ആ വാക്കാൽ പരാമർശവും ഗ്യാൻവാപ്പി മസ്ജിദിൽ കീഴ്ക്കോടതിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹർജിക്കാരെ തിരിച്ചയച്ചതും കൃത്യമായൊരു മെസ്സേജ് കീഴ്ക്കോടതികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ജുഡീഷ്യൽ എക്കോ സിസ്റ്റത്തിൽ ഇത്തരം പരാതികൾ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ മെസ്സേജ് അവർക്കുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നവർ അത്തരം ഹർജികളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കുക, അങ്ങനെ കോടതി ഒരു നോട്ടീസ് അയച്ചാൽ കേന്ദ്ര സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നുള്ള കൃത്യമായ മെസ്സേജുണ്ട്. അതുകൊണ്ട് ചരിത്രപരമായ ഒരു തെറ്റ് തിരുത്തുകയോ ഒരു ചരിത്രപരമായ ഒരു തർക്കം, ഒരു ആർബിട്രേഷൻ അത് പരിഹരിക്കപ്പെടുകയോ ചെയ്യുകയായിരുന്നു അയോധ്യ വിധിയിലൂടെ എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഒരു പൻഡോറ ബോക്സ് തുറന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി പള്ളികളെക്കുറിച്ച് മാത്രമല്ല, പള്ളികളെക്കുറിച്ചോ ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചോ മാത്രമല്ല ഇത്തരം ക്ലെയിംസ് വരിക. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് മനുഷ്യർ താമസിക്കുന്ന, സ്വകാര്യ വ്യക്തികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ കച്ചവട സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളിലേക്ക് കൂടി ക്ലെയിം വരും. ഇതിൻ്റെ അടിയിൽ ശിവലിംഗമുണ്ട്, ഇതിൻ്റെ അടിയിൽ വിഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും, സർവേ നടത്തേണ്ടി വരും. അങ്ങനെ വരുന്ന കാലത്തേക്ക് കൂടിയാണ് ഞാൻ വരുന്നത്. അതൊരു തരം എന്താണ് പറയുക, ഒരുതരം മനുഷ്യരെ പുറത്താക്കുന്ന രീതിയിലേക്ക് ഈ നിയമത്തെ അല്ല നീതിന്യായ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുക. ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾ അത്തരം കേസുകൾക്കകത്ത് നരകത്തിൻ്റെ വാതായനമാണ് കോടതികൾ തുറന്നു വച്ചിരിക്കുന്നത് എന്നതിൽ തർക്കമൊന്നുമില്ല.